കശ്മീരിൽ തീവ്രവാദ ആക്രമണം നടന്നിട്ട് ആഴ്ചകൾ പിന്നിടുകയാണ്. നമ്മുടെ രാജ്യത്ത് നിന്ന് എന്ത് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പലരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഇത് വളരെ പതുങ്ങിയിരുന്നുള്ള ഒരു നീക്കം നടത്തുകയാണോ ഇന്ത്യ? ചിലർക്കൊരു സംശയം, നമ്മൾ അവരുടെ മുന്നിൽ മുട്ടുകുത്തിയോ എന്നും. ഏതായിരിക്കാം? ഒരിക്കലും മുട്ടുകുത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, നമ്മൾ അവരെ വളരെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ മുതൽ അവിടുത്തെ ജനറൽ മുനീർ വരെ ശരിക്കും ഭീതിയിലാണ്. നമ്മൾ എങ്ങനെ അറ്റാക്ക് ചെയ്യും, എന്താണ് നമ്മുടെ പ്ലാൻ, കരയിലൂടെയാണോ അതോ നാവികസേന റെഡിയായി നിൽക്കുന്നു, അവിടെ അഭ്യാസം നടത്തുന്നു, അതുവഴിയാണോ? എയർഫോഴ്സ് വളരെ ശക്തമായിട്ട് കോസ്റ്റ് ലൈനിൽ അവരുടെ ബോർഡറിൽ നമ്മുടെ വ്യോമസേന അങ്ങനെ ആക്രമണസകരായിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുവഴിയാണോ, എന്താണെന്ന് പിടിയില്ലാത്ത വിധത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതല്ല ശരിയായ ഇന്ത്യയുടെ ഒരു താമസത്തിന് കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അകത്തുള്ള തീവ്രവാദികളെ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് 10-12 ദിവസമായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 11 ദിവസമായിട്ട്. അപ്പോൾ ആ ശ്രമം നമുക്ക് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആ ടെറൈൻ്റെ പ്രത്യേകതയാണ്. നമ്മുടെ ബോർഡർ ഏരിയയിലുള്ള ടെറൈൻ്റെ പ്രത്യേകതയാണ്. അവിടെ നിബിഡ വനങ്ങൾ, മലനിരകൾ, പാറക്കെട്ടുകൾ, അവിടെ സുരക്ഷിതമായിട്ട് ഈ തീവ്രവാദികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം, മൂവ് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആർമി ഏതാണ്ട് അവരെ വലയം ചെയ്ത് 3 പ്രാവശ്യത്തോളം അവരെ പിടിച്ചു എന്നുള്ള അവസ്ഥയിലെത്തിയപ്പോഴും അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു. അപ്പോൾ പലയിടത്തും ചില ഹമാസ് രീതിയിലുള്ള ഗുഹകൾ, ബങ്കറുകൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ഈവൻ ബോർഡറിൽ പോലും, ജമ്മുവിൻ്റെയും കശ്മീരിൻ്റെയും ബോർഡറിൽ പോലും അവിടെ പലയിടത്തും ഭൂഗർഭ അറകൾ ഉള്ളതായിട്ട് നമ്മുടെ ആർമി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നിർമ്മിച്ചത് പലപ്പോഴും പാകിസ്ഥാൻകാരായിരുന്നില്ല, നമ്മുടെ ലോക്കൽ കമ്മ്യൂണിറ്റി തന്നെയായിരുന്നു, വർക്കേഴ്സായിരുന്നു, കശ്മീരി വർക്കേഴ്സായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇൻ്റലിജൻസിൻ്റെ നിഗമനം. കാരണം ഒരു പാകിസ്ഥാൻകാരൻ നുഴഞ്ഞു കയറി വന്ന് അവിടെ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇന്ത്യൻ വർക്കേഴ്സ് ഇങ്ങനെ പോകുമ്പോൾ പലപ്പോഴും അത് ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അത് വർക്കേഴ്സ് നമ്മുടെ ആൾക്കാർ കാട്ടിലൊക്കെ പണിക്ക് പോകുന്നതല്ലേ എന്ന് കരുതിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഇതുകൊണ്ട് അവർക്ക് നല്ല ഒന്നാന്തരം ബങ്കറുകളും ഒന്നാന്തരം ഗുഹകളും ഒക്കെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ചില കവറിങ്, അതായത് സോഫ്റ്റ് സോയിൽ ഉള്ളിടത്ത് ഒരു സിമൻറ്റ് കവറിങ് വരെ നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ആക്രമണം പുറത്തേതിന് മുമ്പായിട്ട് അകത്തേത് പൂർണ്ണമാക്കേണ്ടതുണ്ട്. അതിനിടയ്ക്ക് ഇന്ത്യ ഗവൺമെൻറ് വലിയൊരു വെല്ലുവിളിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അവരെ കഴിയുന്നതും ജീവനോടെ പിടിക്കണം. കാരണം നമുക്ക് ഈ ലോക സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരണം, ഇവരെ കൊണ്ട് പറയിക്കണം. പലപ്പോഴും ഈ തെളിവ് കിട്ടാതെ പോകുന്നു. പാകിസ്ഥാൻ പറയുന്നതല്ലേ, തെളിവില്ലല്ലോ. അതെ. പണ്ട് അജ്മൽ കസമിനെ നമ്മൾ കയ്യോടെ പിടിച്ച് അയാളുടെ ശബ്ദം റെക്കോർഡ് ചെയ്തു, അയാളുടെ തെളിവെടുത്തു, കോടതിയിൽ മൊഴി കൊടുത്തു, എല്ലാം കഴിഞ്ഞ് അയാളുടെ കയ്യൊപ്പ് വരെ ഇട്ട് സംഗതി പോയിട്ട് ഇപ്പം പാകിസ്ഥാൻ്റെ ഒരു ഡിപ്ലോമാറ്റ് ഈയിടെ ചോദിച്ചെന്താ, നിങ്ങൾ ആ അജ്മൽ കസമിനെ കൊന്നു കളഞ്ഞില്ലേ, ഞങ്ങൾക്ക് വിട്ടുതരണ്ടേ, ഇല്ലെങ്കിൽ നിങ്ങൾ ലോകത്തെ മനസാക്ഷിക്ക് ബോധ്യം വരുന്ന വിധത്തിൽ അയാളെ പുറത്തു കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. കള്ളം പറയുക, കള്ളത്തിലൂടെ നിലനിൽക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഡിപ്ലോമസിയും അവിടുത്തെ പൊളിറ്റിക്സും. അപ്പോൾ നമുക്ക് കുറച്ച് തീവ്രവാദികളെങ്കിലും ജീവനോടെ പിടിക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ ജീവനോടെ പിടിക്കുന്നതിനുള്ള പ്രശ്നം, ഇവർക്ക് നല്ല ഒന്നാന്തരം ചൈനീസ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് കിട്ടിയിട്ടുണ്ട്. ആ നെറ്റ്വർക്ക് ഇവർക്ക് നമ്മുടെ സൈന്യത്തിൻ്റെ എല്ലാ മൂവ്മെൻറ്റുകൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ അത് മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ഒരു സംഗതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് മാറി മാറി പ്രദേശങ്ങളിൽ മാറി മാറി പോകുന്നതിനും സഹായകമായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഗുഹകളും മറ്റും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അവർക്ക് ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് രക്ഷപ്പെടാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ ഇവരുടെ ഭക്ഷണം, വെള്ളം ഒക്കെ കുറഞ്ഞിട്ട് അവർ സ്വയം കീഴടങ്ങും എന്നുള്ളതാണ്. പക്ഷേ അവർക്ക് അതിൻ്റെ സ്റ്റോറേജ് വരെ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആവശ്യത്തിന് ഭക്ഷണം, ആവശ്യത്തിന് ജലം ഒക്കെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ലോക്കൽ ആൾക്കാരിലൂടെ അവർ ശേഖരിച്ചതാണ്, ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പോലും സംശയം. അപ്പം ലോക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാണ്. അത് വ്യക്തമാണെന്ന് മാത്രമല്ല, ഇപ്പോൾ 200ഓളം പേരെ പിന്നെ IB-കാർ അറസ്റ്റ് ചെയ്തല്ലോ, NIA-കാർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാണ്. ഇനിയും ഒരുപാട് പേരെ പിടികൂടിയിട്ടുണ്ട്.
അപ്പോൾ ബോർഡറിലെ ലോക്കൽ ജനത ഏതാണ്ട് പാകിസ്ഥാനികളായി മാറി നമുക്കെതിരെ നീങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു ക്ലിയറിംഗ് നമുക്ക് ആവശ്യമാണ്. ആ ക്ലിയറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലോക്കൽ സപ്പോർട്ടോടുകൂടി തീവ്രവാദികൾ ഇങ്ങനെ നമ്മുടെ പ്രദേശങ്ങളിൽ വിഹരിക്കുന്നത്. ആ കാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ നിബിഡമായ കാടുകളാണ്. അതായത് 5 അടി അടുത്ത് വരെ വന്നാൽ പോലും ചിലപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞു. ബുഷസാണ്, കംപ്ലീറ്റ് ബുഷസും വള്ളികളും ഒക്കെ ആയിട്ട് നിബിഡ വനങ്ങളാണ്. ഫേസ് ടു ഫേസ് 5 അടി വരുന്ന ദൂരത്ത് പോലും ചിലപ്പം തിരിച്ചറിഞ്ഞില്ല എന്ന് വരും. അത്രയ്ക്ക് കാടുള്ള പ്രദേശമാണ്. അപ്പോൾ അതിന് അവരുപയോഗിക്കുന്നത് ഈ ചൈനീസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെയാണ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ്, റഡാർ പോലത്തെ ചെറിയ സംവിധാനങ്ങൾ. അവർ ഡ്രോണുകൾ മുകളിലോട്ട് വിട്ടിട്ട് നമ്മുടെ സൈന്യം വരുന്നതോ അതിൻ്റെ നീക്കമൊക്കെ കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്. വളരെ ആധുനിക സൗകര്യങ്ങളോട് കൂടി അവർ നമ്മുടെ അതിർത്തിയിലെ മലനിരകളിൽ കയറി പറ്റിയിട്ടുണ്ട്. അതിൽ ചില ഗുഹകൾ POK വരെ തുറന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ അടച്ചുകൊണ്ട് അതൊക്കെ മൂടിക്കൊണ്ട് ഇവരെ നേരിട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ വാറിൻ്റെ ഡിലേക്കുള്ള ഒരു പ്രധാന കാരണം. അതേസമയം നമ്മൾ പക്ഷേ അത്രയും സമയത്തിനിടയ്ക്ക് ഇവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതില്ലേ? ഇല്ല, അതടക്കിയാണ് ആദ്യം ചെയ്യുന്നതെന്നാണ് നിഗമനം. അതായത് ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള പഴുതുകളെ കവർ ചെയ്ത് അവരെ മറ്റൊരു മേഖലയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഒതുക്കി ഒരു മേഖലയിൽ കൊണ്ടുവന്നിട്ട് ജീവനോടെ പിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. പക്ഷേ ജീവനോടെ അവർ ഇന്ന് തരുമോ എന്നുള്ളത് നമുക്ക് പിന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം ഇവർ ചാവേറാണ്. അവർ സൈനൈഡ് കഴിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്വയം വെടിവെച്ചോ ഒക്കെ തീരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യ ഗവൺമെൻറ് ഒരു നിർദ്ദേശം, കുറച്ച് പേരെങ്കിലും ജീവനോടെ പിടിക്കുക, അതിനാണ് ഈ സമയമെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ബോംബ് വർഷിച്ചോ ഒരു മിസൈൽ അടിച്ചോ ഒക്കെ നമുക്ക് ഈ ഇവരുടെ കേന്ദ്രങ്ങൾ കുറേ കാടുമൊക്കെ പോയാലും ഇവർ മൊത്തം നശിച്ചു പോകുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് നമ്മൾ മറ്റൊരു കാര്യം കാണേണ്ടത്, പാകിസ്ഥാനിലെ ജനജീവിതം വളരെ ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. അവിടെ ഏറ്റവും പണ്ടേ ഉള്ളത് അങ്ങനെ തന്നെയാണ്. പണ്ടേ അങ്ങനെയാണെങ്കിലും ഏപ്രിൽ 22-ന് ശേഷം അതിഭയങ്കരമായ വില കൂടിയിരിക്കുന്നു. 1 കിലോ ആട്ടയ്ക്ക്, ഗോതമ്പിന് ഏതാണ്ട് 380 രൂപ വരെ 400 രൂപ അടുപ്പിച്ചായിരിക്കുന്നു എന്നുള്ളതാണ്. പെട്രോൾ വില വർധനവ്, അവശ്യ സാധനങ്ങളെല്ലാം വർധന. ഇത് പൂഴ്ത്തിപ്പ് ഭയങ്കരമായിട്ട് നടക്കുന്നു. കാരണം ഇത് പലരും ഈ വാറിങ്ങനെ വരികയും ചിലപ്പോൾ 2-3 മാസം നീണ്ടുപോവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടിയില്ലെങ്കിലും, ഇപ്പോൾ POK ആൾക്കാരോട് തന്നെ ആർമി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഗവൺമെൻറ് തന്നെ പറഞ്ഞിരിക്കുകയാണ് 2 മാസത്തേക്കുള്ള ഭക്ഷണ സാമഗ്രികൾ കരുതിക്കോണം. അപ്പോൾ ആ വിധത്തിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ പ്രദേശത്ത് വിലക്കയറ്റവും മറ്റു കാര്യങ്ങളും കൂടും. പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്തയൊക്കെ നല്ല രീതിയിലുണ്ട്. പാകിസ്ഥാനിലെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഈ തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബായി മാറിയത് കൊണ്ട് അവരുടെ ധനകാര്യം മുഴുവൻ അതിനുവേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജനജീവിതം കൂടുതലും ദുസ്സഹമായി തീരുന്നത്. പാകിസ്ഥാനിലെ ജനജീവിതം ദുസ്സഹമാക്കുന്നത് പാകിസ്ഥാനിലെ സൈനികർ, പൊളിറ്റീഷ്യൻ, ഇവർ ഏതാണ്ട് കൊള്ളസംഘത്തെ പോലെയാണ് പാകിസ്ഥാനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളുടെ സ്വത്ത് ഇവർ കവർന്നുകൊണ്ടിരിക്കുകയാണ്. പല പാകിസ്ഥാനിലെ ഉന്നത ആർമി ഓഫീസേഴ്സും പാരലൽ ബിസിനസ് നടത്തുന്നു. അവർ റിയൽ എസ്റ്റേറ്റ് നടത്തുന്നു. ധാതു ലവണങ്ങളുടെ ഒരു ചൂഷണം നടത്തിക്കൊണ്ട് ധനമുണ്ടാക്കുന്നു. ഈ ധനം മുഴുവൻ അവർ വിദേശത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരും ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒരു ദിവസം നാട് വിട്ടു പോകാനാണ് അവർ പ്രിപ്പയർ ചെയ്തിരുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഇതൊരു ഫസ്റ്റ് ബേസ് മാത്രമാണ്. അതായത് കുറേ പണം സമ്പാദിക്കുന്ന ഒരു ഫസ്റ്റ് ബേസ് ആയിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ഈ പണം സമ്പാദിച്ചുകൊണ്ട് അവർ വിദേശത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ഇവൻച്വാലിറ്റി വരുമ്പോൾ, ഒരു അരിഷ്ടിതാവസ്ഥ വരുമ്പോൾ, സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു പ്ലെയിനും എടുത്ത് പറക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. പലരും ഇപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഭാര്യയും മക്കളെയൊക്കെ പലയിടത്തും വിദേശത്തായി കളഞ്ഞു. അതൊക്കെയാണ് ആൾക്കാർ ഇപ്പം പ്രക്ഷോഭത്തിലേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിരിക്കുന്നത്. നമ്മുടെ നിർണായക നിമിഷത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥരും നേതാക്കളും ഒക്കെ പലരും സ്ഥലം വിടുന്നതായിട്ട് ജനങ്ങൾ പരാതിപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അത് മാറാതെ ഒരു മാറ്റം പാകിസ്ഥാനിൽ ഉണ്ടാവില്ല. ഈ സ്ഥിതി മാറണമെങ്കിൽ പാകിസ്ഥാൻ ചെറിയ ചെറിയ രാഷ്ട്രങ്ങളായിട്ട് മാറേണ്ടി വരും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ. ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ടും കൂടെ ശ്രമിച്ചുകൂടായികയില്ല. നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ പൂർണ്ണമായ ഒരു യുദ്ധമായിരിക്കാം, വഴിയില്ല. ചിലപ്പോൾ പാകിസ്ഥാനെ പല വിധത്തിൽ ശിഥിലീകരിക്കുന്ന ഒരു യുദ്ധവുമാവാം. പക്ഷേ മിലിറ്റന്റ് കേന്ദ്രങ്ങളും തീവ്രവാദി കേന്ദ്രങ്ങളിലും അടിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് പക്ഷേ എന്ന് എപ്പോഴെന്നുള്ളത് നമ്മുടെ ഒരു 6-7 പേർക്ക് മാത്രമേ അറിയാവൂ. ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും
ഒക്കെ അടങ്ങുന്ന ഒരു സംഘത്തിന് മാത്രമേ അറിയാവൂ. പക്ഷെ എന്തായാലും പാകിസ്ഥാന് സൈറൻ മുഴങ്ങിക്കഴിഞ്ഞു. അപകട സൂചന അവർക്ക് പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.